നമസ്കാരം. ഇന്ത്യൻ പീപ്പിൾ ടി വിയിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു പ്രത്യേക കഥാപാത്രമായ ഒരു നല്ല ലീഡർഷിപ്പിനെയാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ഒരുപക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുമായിരിക്കാം, BJPയുടെ ജില്ലാ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള സ്മിതേഷ് മുനിസിപ്പാലിറ്റി മുൻ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കൂടിയാണ്. അദ്ദേഹത്തെ കുറിച്ച് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാമെന്നതിനപ്പുറത്ത് എനിക്ക് അദ്ദേഹത്തോടുള്ള എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട കുറേ വികസനങ്ങളും പ്രവർത്തനങ്ങളുമാണ് അദ്ദേഹത്തെക്കുറിച്ചുള്ള എൻ്റെ ഒരു റെസ്പെക്റ്റിലേക്ക് കൊണ്ടുവരുന്നത്. അതുകൊണ്ട് അദ്ദേഹം ഇപ്രാവശ്യം ഏത് വാർഡിലാണ് മത്സരിക്കുന്നത്, അതിലെന്തൊക്കെയാണ് കാര്യങ്ങൾ, ഇനി എന്തെല്ലാം വികസനങ്ങൾ ഇനി വരുന്ന ഭാവിയിൽ ചെയ്യും, അതിനെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യാൻ നമുക്ക് അദ്ദേഹത്തെ ഒന്ന് കിട്ടിയിരിക്കുകയാണ്. എന്തായാലും അദ്ദേഹത്തെ നമ്മുടെ ഇന്ത്യൻ പീപ്പിൾ ടി വിയിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം. സ്മിതേഷ്, ഒരുപക്ഷെ കഴിഞ്ഞ കാലയളവിൽ എന്നെ ശ്രദ്ധിപ്പിച്ച ഒരു വലിയ വിഷയമാണ് മാലിന്യവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ഒരുപാട്. അതിനെക്കുറിച്ച് എന്തൊക്കെയാണ് സമൂഹത്തോട് പറയാൻ? തീർച്ചയായിട്ടും ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെ പ്രവർത്തനം ആരംഭിക്കുന്നത് തന്നെ ഇതിനൊക്കെ മാലിന്യ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിക്കൊണ്ടാണ്. പിന്നീടാണത് റവന്യൂ ജനറേറ്റ് ചെയ്യുന്ന സ്ഥാപനമായി മാറിയതും ബിൽഡിംഗ് പെർമിറ്റ് എന്നുള്ള ഘടകത്തിലേക്ക് വന്നത് പിന്നീടാണ്. അപ്പോൾ പരമപ്രധാനമായിട്ടുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെ കർത്തവ്യം എന്നുള്ളത് ശുചീകരണം തന്നെയാണ്. നിങ്ങൾക്കറിയാം, പാലക്കാട് നഗരത്തിൽ കഴിഞ്ഞ കാലങ്ങളെല്ലാം തന്നെ ഭരണസമിതിക്കെതിരെ പ്രതിപക്ഷങ്ങൾ ഉയർത്തിയിരുന്ന പ്രധാനപ്പെട്ട വിഷയം എന്നുള്ളത് മാലിന്യ പ്രശ്നമായിരുന്നു. ജനങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടിയിരുന്നു. കഴിഞ്ഞ 5 വർഷക്കാലം അത്തരത്തിലൊരു സമരം ചെയ്യാനുള്ള വിഷയം പോലും മാലിന്യ സംസ്കരണ രംഗത്ത് ഈ ഭരണസമിതി കൊടുത്തിട്ടില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് ശ്രദ്ധേയമായിട്ട് മാറ്റം. മാത്രമല്ല, ഒട്ടേറെ കാര്യങ്ങൾ, സംസ്ഥാന അവാർഡുകൾ, ഗ്ലോബൽ എക്സസ് അവാർഡുകൾ ലഭിക്കുന്ന ഒരുപാട് പരിപാടികൾ നമ്മൾ ഈ മേഖലയിൽ ചെയ്തിട്ടുണ്ട്. ഇതിനകത്തൊരു സ്ഥിരത, മാലിന്യ ശേഖരണം, മാലിന്യ നിർമ്മാർജ്ജനം, മാലിന്യ സംസ്കരണം എന്നുള്ള ഈ 3 വിഷയങ്ങളിലും ഒരു സ്ഥിരം സംവിധാനം ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് നമ്മുടെ ഈ ഭരണസമിതി മാറ്റം. അത് മാത്രമല്ല, കഴിഞ്ഞ കാലയളവിൽ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട ഒരു വിഷയം, ബഹുമാന്യനായ ഇടതുപക്ഷത്തിൻ്റെ മന്ത്രി ഒരുപക്ഷെ മറ്റ് തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് നിങ്ങളുടെ മാതൃകയാക്കണം പാലക്കാടിനെ എന്ന് പറഞ്ഞൊരു രേഖാമൂലം തന്നെ എഴുതി അയച്ചതായിട്ട് എൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നു. അത് സത്യസന്ധമാണോ? അത് ശരിയാണ്. അദ്ദേഹത്തിൻ്റെ വകുപ്പാണ് ആ കത്ത് അയച്ചത്. പാലക്കാട് നഗരത്തിൽ കേരളത്തിലെ ആദ്യത്തെ കമ്മ്യൂണിറ്റി ലെവൽ നാപ്കിൻ ഡിസ്ട്രോയർ സ്ഥാപിച്ചത് പാലക്കാട് നഗരത്തിലാണ്. തെരുവോരത്തെ മാലിന്യങ്ങൾ നമ്മൾ ശേഖരിച്ച സമയത്ത് സാധാരണഗതിയിൽ ശുചീകരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിച്ചുവാരി പോയി കൊണ്ടുപോകലാണ്. പാലക്കാട് നഗരത്തിൽ അങ്ങനെയല്ല. അടിച്ചുവാരുന്ന മാലിന്യങ്ങൾ എന്താണ് അതിൻ്റെ ക്യാരക്ടർ മനസ്സിലാക്കി ആ ക്യാരക്ടറിൻ്റെ അടിസ്ഥാനത്തിൽ തരംതിരിച്ച് അത് സംസ്കരിക്കുക എന്നുള്ളതാണ് പാലക്കാട് നഗരത്തിലെ മാലിന്യ രീതി എന്നുള്ളത്. അത്തരത്തിൽ നമ്മൾ മാലിന്യങ്ങൾ ശേഖരിച്ചുകൊണ്ട് തരംതിരിച്ച് പരിശോധിച്ച സമയത്ത് അതിനകത്ത് കൂടുതലായി കണ്ടിരുന്നത് നമ്മുടെ നാപ്കിൻ വേസ്റ്റാണ്. ഈ നാപ്കിൻ വേസ്റ്റിൻ്റെ പ്രത്യേകത ഒരു രീതിയിൽ സംസ്കരിക്കാൻ സാധിക്കില്ല. അതിനാകെ ചെയ്യാൻ കഴിയുന്നത് തീ കത്തിച്ച് കളയുക എന്നുള്ളതാണ്. പക്ഷെ അത് നമ്മൾ ഭവനങ്ങളിൽ കത്തിച്ചു കഴിഞ്ഞാൽ അത് പൂർണ്ണമായിട്ട് കത്തി നശിക്കില്ല. ബാക്കി വരുന്നതിൻ്റെ സ്വയറി നമ്മൾ മുന്നിൽ കുറിച്ചുള്ള സാഹചര്യമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ബെഡ്റിനായിട്ടുള്ള പേഷ്യൻസ് ഉണ്ട്, പാലിയേറ്റീവ് കെയറിൻ്റെ പേഷ്യൻസ് ഉണ്ട്, സ്ത്രീകൾക്കുള്ള ഒരുപാട് ആളുകൾ ഈ നാപ്കിൻ സ്ഥിരം തലവേദനയായിരുന്നു. ഇതിന് എന്ത് ചെയ്യുമെന്നുള്ള നിരവധി പഠനങ്ങൾ നടത്തിയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു കമ്മ്യൂണിറ്റി ലെവൽ നാപ്കിൻ ഡിസ്ട്രോയർ എന്നുള്ള മെഷീനെ കുറിച്ച് അറിയാൻ വേണ്ടി കഴിഞ്ഞത് ഒരു സ്റ്റാർട്ടപ്പ് കമ്പനിയാണ്. അവർ വിളിച്ചു വരുത്തി എനിക്ക് സാങ്കേതിക വശങ്ങൾ മനസ്സിലാക്കി നമ്മളത് പർച്ചേസ് ചെയ്തു. അത് പ്രവർത്തിക്കുന്നുണ്ട്. അതിന് ഉദ്ഘാടനം നടത്തിയത് ഒന്നാമത്തെ MD ഷോറിലാണ്. അതിന് ഉദ്ഘാടന വേദിയിൽ പറഞ്ഞു ഇത്തരത്തിലുള്ള നൂതന സംവിധാനങ്ങൾ മറ്റു തദ്ദേശ സ്വയംഭരണ സ്ഥാപനം മാതൃകയാക്കുമെന്ന് പറഞ്ഞിരുന്നു. ഉദ്ഘാടനം കഴിഞ്ഞ് അദ്ദേഹം അത് കണ്ട് മനസ്സിലാക്കി പോകുന്ന വഴിക്ക് അദ്ദേഹം വിളിച്ച് ഈ സ്ഥാപനത്തിൽ ഈ സ്റ്റാർട്ടപ്പ് കമ്പനി ഡീറ്റെയിൽസ് ആരാഞ്ഞു, അത് കൊടുത്തിരുന്നു. അതിനുശേഷം കേരളത്തിലെ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കും LHCയുടെ വകുപ്പിൻ്റെ ഒരു പ്രത്യേക നിർദ്ദേശങ്ങൾ പാലക്കാട് മോഡൽ ഇൻസിനറേറ്റർ എല്ലാ സ്ഥാപനങ്ങളും നടപ്പിലാക്കണം എന്നുള്ളൊരു കത്ത് എല്ലാ തദ്ദേശ സ്ഥാപനം കൊടുത്തിട്ടുണ്ട്. അതിനനുസരിച്ച് 100 കണക്കിന് പഞ്ചായത്തുകളും നഗരസഭകളും പാലക്കാട് നഗരസഭ ഇൻസ്റ്റിറ്റ്യൂട്ട് കണ്ട് പഠനം നടത്തി മനസ്സിലാക്കാൻ വേണ്ടി അത് വന്നിട്ടുണ്ട്. ഇനി അടുത്ത് ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ താങ്കൾ ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത് വീണ്ടും മത്സരരംഗത്തേക്ക് വന്നിരിക്കുകയാണ്. ഏത് കല്ലേപ്പുള്ളി അല്ലേ, ഏതാ മുരുകണി വാർഡിൽ മത്സരിക്കുകയാണ്. ഒരുപക്ഷെ ആ മത്സരത്തിൽ ജയിച്ചു വന്നാൽ അടുത്ത് ഇനി പാലക്കാട് എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? സർക്കാർ സംവിധാനങ്ങളുടെ ഏറ്റവും വലിയ പോരായ്മ എന്നുള്ളത് തുടങ്ങി വയ്ക്കാൻ വേണ്ടി നൂതനമായിട്ടുള്ള ആശയങ്ങൾ ഒരുപാടുണ്ട്. പക്ഷേ ഈ തുടങ്ങി വയ്ക്കപ്പെട്ടുള്ള ആശയങ്ങളൊന്നും അതിനൊരു കൺസിസ്റ്റൻസിയോടെ കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് എൻ്റെ പരാജയം. നമുക്ക് എല്ലാ ജൂൺ 5 പരിസ്ഥിതി ദിനങ്ങളിലും നമ്മൾ വൃക്ഷത്തെ വെച്ച് പിടിപ്പിക്കാറുണ്ട്. ഒരുപക്ഷെ ഇതുവരെയുള്ള വൃക്ഷത്തൈകൾ എല്ലാം പരിപാലിക്കപ്പെട്ടിരുന്നെങ്കിൽ കേരളം എന്നോ ഒരു ആമസോൺ കാടായി മാറിയാണ്. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം സ്ഥാപിച്ചു പോകുന്നുണ്ട്, അതിൻ്റെ സ്ഥിരത നിലനിർത്തി പോകുന്നില്ല. പാലക്കാട് നഗരസഭയും ഖരമാലിന്യ സംസ്കരണ മേഖലയിൽ, മാലിന്യ സംസ്കരണ മേഖലയിൽ ഒട്ടേറെ നൂതന ആശയങ്ങൾ നടപ്പിലാക്കിയിട്ടുണ്ട്. ഇതെല്ലാം അതിൻ്റെ ഒരു ബാല്യകാലത്താണ്. ഈ ബാല്യകാലം ഇത് കൗമാരവും കടന്ന് അതിൻ്റെ യൗവനവും കടന്ന് സ്ഥിരത ഈ പ്രവർത്തനം നിലനിർത്തേണ്ടതായിട്ടുണ്ട്. അപ്പോൾ തുടങ്ങി വെച്ച പ്രവർത്തനങ്ങൾക്കൊരു സ്ഥിരത കൊണ്ടുവരിക എന്നുള്ളതാണ് ഈ വരാൻ പോകുന്ന വർഷങ്ങളിൽ പ്രധാനമായിട്ടും നമ്മൾ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. മാത്രമല്ല, സാധാരണഗതിയിൽ നിന്നുള്ളൊരു ജനപ്രതികൾ എല്ലാ കൗൺസിലർമാരും എല്ലാ ഭരണസമിതിയും റോഡുകളും ചാലുകളും പാലങ്ങളും ഇതെല്ലാം ചെയ്ത് പോകുന്നുണ്ട്. പക്ഷേ
ഇത് മാത്രമല്ല വികസനം. നമുക്കറിയാം, നമ്മൾ ഇരിക്കുന്ന ഭൂമിയുടെ താഴെ കൂടെ മെട്രോ ട്രെയിൻ ഓടിക്കാം, മുകളിൽ കൂടെ വിമാനം പറത്താം, റോഡിൽ കൂടെ വാഹനങ്ങൾ യാത്ര ചെയ്യാം. പക്ഷെ ഇതെല്ലാം ഉണ്ടെങ്കിൽ പോലും അവസാനം കിട്ടുന്ന റിസൾട്ട് എന്നുള്ളത് മലിനീകരിക്കപ്പെട്ട ഒരു അന്തരീക്ഷമാണ് നമുക്ക് ലഭിക്കുന്നത്. എന്തുകൊണ്ട് നമ്മൾ ഇതിൽ ചിന്തിക്കുന്നില്ല? നമുക്കറിയാം, നമ്മുടെ രാജ്യത്ത് ഡൽഹി വികസിച്ച സംസ്ഥാനമാണ്, മെട്രോപോളിറ്റൻ സിറ്റിയാണ്. ആ ഡൽഹിയുടെ അവസ്ഥ നമ്മളിന്ന് മനസ്സിലാക്കുന്നുണ്ട്. കാരണം അരമണിക്കൂർ കൂടുതൽ നമുക്ക് പുറത്തിറങ്ങി ശ്വസിച്ച് കഴിഞ്ഞാൽ നമുക്ക് ശ്വാസം കിട്ടുന്ന അവസ്ഥയാണ്. അപ്പോൾ വികസനം എന്നുള്ളത് ഇത്തരത്തിലുള്ള കൂറ്റൻ കെട്ടിടങ്ങളും മേൽപ്പാലങ്ങളും ഗതാഗത സൗകര്യങ്ങളും മാത്രമല്ല, ശ്വാസം മുട്ടാതെ മനുഷ്യൻ ജീവിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യങ്ങൾ സമൂഹത്തിൽ ഉണ്ടാവുക എന്നുള്ളതും ഇതിന് ഘടകമാണ്. അപ്പോൾ അത്തരത്തിൽ മനുഷ്യ ജീവരാശിക്ക് നിലനിർത്താൻ ആവശ്യമായിട്ടുള്ള, നമ്മുടെ സസ്റ്റൈനബിലിറ്റിക്ക് ആവശ്യമായിട്ടുള്ള നൂതനമായിട്ടുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കിയെടുക്കുക, അതിൽ അധിഷ്ഠിതമായ വികസനം നടപ്പിലാക്കുക എന്നുള്ളതാണ് പാലക്കാട് നഗരസഭ വിഭാവനം ചെയ്യുന്നത്. ഇത് ശ്വാസമുട്ടൽ മാത്രമല്ല, ക്യാൻസർ അടക്കമുള്ള മാറാരോഗങ്ങൾ ഇന്ന് കുട്ടികൾക്കൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഉണ്ടാകുന്ന രോഗങ്ങളൊക്കെ അതിന് കാരണമാണ്. തീർച്ചയായും അത്തരമൊരു താല്പര്യമെടുത്ത് മുന്നോട്ട് പോകുന്നതിനെ പ്രശംസിക്കുന്നു. ഇത് എനിക്ക് അവസാനമായ ഒരു ചോദ്യം, ഒരു പേഴ്സണൽ ചോദ്യമാണ്. വേറൊന്നുമല്ല, ഇപ്പോൾ ഇത്രയധികം പ്രവർത്തനങ്ങൾ പക്ഷേ ഞാൻ തന്നെ നേരിട്ട് അനുഭവിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ഡിസ്കഷനിലേക്ക് വന്നത്. ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ, മേഖലകളിൽ ഒരുപാട് സഹായങ്ങൾ, സപ്പോർട്ട് പൊതുജനങ്ങൾക്കൊക്കെ ജാതി മത രാഷ്ട്രീയത്തിനപ്പുറത്തായി താങ്കൾ ചെയ്യുന്നത് എനിക്കറിയാം. പക്ഷേ എപ്പോഴും ഈ പത്രങ്ങളിലോ അല്ലെങ്കിൽ വേദികളിലോ നിങ്ങളുടെ മുഖം വരികയോ അത് പ്രദർശിപ്പിക്കുകയോ ഒരു PR വർക്ക് ചെയ്യുകയോ ചെയ്യുന്നതായിട്ട് എനിക്ക് കണ്ടിട്ടില്ല. അതിൻ്റെ കാരണം എന്താണ്? അതൊരു പക്ഷേ നിങ്ങളുടെ പൊളിറ്റിക്സിനെ ബാധിക്കില്ലേ? കാരണം നിങ്ങളിങ്ങനെ ഒരു നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക്, വലിയ ലീഡർഷിപ്പിലേക്ക് വരുമ്പോൾ ഇത്രയും കാര്യങ്ങൾ പൊതുസമൂഹത്തിൽ ചെയ്തിട്ടും അതിനെ പൊതുസമൂഹത്തിലേക്ക് എത്തിക്കുന്നതിൽ നിങ്ങൾ ശ്രദ്ധ കൊടുക്കാത്തത് അത് മനഃപൂർവ്വമാണോ? അല്ല, PR ഏജൻസിയെ ഏൽപ്പിച്ചുകൊണ്ടൊരു പ്രൊമോഷൻ എന്നുള്ളത് മാത്രമല്ല, പൊതുവേദികളിൽ നിങ്ങൾ എപ്പോഴും ഓരോ പൊതുപ്രവർത്തകർ എന്ത് കൊടുക്കുമ്പോഴും അത് ഫോട്ടോ എടുത്ത് സോഷ്യൽ മീഡിയ അടക്കം പ്രചരിപ്പിക്കുന്ന ഒരു കാലഘട്ടത്തിൽ വളരെ സൈലന്റ് ആയിട്ട് എവിടെയും ഒന്നും പ്രദർശിപ്പിക്കാതെ സാമൂഹ്യ പ്രവർത്തനം നടത്തുന്നതിന്റെ ഒരു സംശയം മാത്രമാണ്. അല്ല, ഞാൻ രണ്ട് രീതിയിലാണ്. ഒന്ന്, പൊതുജനങ്ങളെ അറിയിക്കേണ്ട വിഷയങ്ങൾ ഞാൻ കൃത്യമായിട്ട് പൊതുജനങ്ങളെ അറിയിച്ചു പോകുന്നുണ്ട്. സംഘടനാ പ്രവർത്തനമാവട്ടെ, രാഷ്ട്രീയ പ്രവർത്തനമാവട്ടെ, അതിന് രാഷ്ട്രീയ മേഖല അത് കൃത്യമായിട്ട് ഞാൻ പബ്ലിക് പ്ലാറ്റ്ഫോം ഷെയർ ചെയ്യാറുണ്ട്. അതുപോലെ നഗരസഭയുടെ പൊതുജനങ്ങൾ കണ്ടു മനസ്സിലാക്കുന്ന പ്രവർത്തനങ്ങൾ അത് ആകർഷകമായിട്ട് ഏറ്റെടുക്കേണ്ട, സമാനമായിട്ടുള്ള ചിന്താഗതി മനസ്സിൽ വരുത്തേണ്ട, ആളുകൾക്കിടയിൽ എത്തിക്കേണ്ട മെസ്സേജസ് എത്തിക്കുന്നുണ്ട്. മറ്റേ നമ്മൾ ചെയ്യുന്ന സർവീസുകൾ സ്വാഭാവികമായിട്ട് നമ്മൾ പൊതുജനങ്ങളെ അറിയിക്കാൻ ഞാൻ താല്പര്യപ്പെടാറില്ല. വ്യക്തിപരമായിട്ടുള്ള നമ്മുടെ സഹായങ്ങളായിട്ട്, ആനുകൂല്യങ്ങളായിട്ട് അത് സ്വാഭാവികമായിട്ട് എൻ്റെ ഉത്തരവാദിത്തമായതുകൊണ്ട് ആ ഉത്തരവാദിത്തം ഇതിൽ നിക്ഷിപ്തമായിട്ട് അത് ഞങ്ങൾ പരസ്പരം ചെയ്തു പോകുക എന്നുള്ളത് ഞാൻ. തീർച്ചയായിട്ടും അത് നിങ്ങളുടെ രാഷ്ട്രീയ നിലപാടാണോ അല്ല സ്വയം എടുത്തിട്ടുള്ള സ്വന്തം നിലപാടാണോ എന്നുള്ളതാണ് വിഷയം. അല്ല, എൻ്റെ എല്ലാ പ്രവർത്തനവും എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ആദർശങ്ങളും ആശയങ്ങളും മുന്നോട്ട് കൊടുക്കാറുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ബാക്കിയുള്ള മുന്നോട്ട് കൊടുക്കുന്നത്. ഓക്കെ, തീർച്ചയായിട്ടും സുമേഷിയുടെ ഈ വാക്കുകൾ വളരെ വിലപ്പെട്ടതാണ്. ഇത് ഞാൻ ചോദിക്കാനുള്ള കാരണം, പല സാമൂഹ്യ പ്രവർത്തകരും എന്ത് ചെറിയ കാര്യം ചെയ്താലും ഈ ലോകത്തെ മുഴുവൻ എത്തിക്കുന്ന സമയത്ത് ഇദ്ദേഹം ചെയ്യുന്ന പല കാര്യങ്ങളും പൊതുസമൂഹത്തിലേക്ക് എത്തിക്കുന്നതിൽ അദ്ദേഹം വലിയ ശ്രദ്ധ കൊടുക്കുന്നത് കാണാറില്ല. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചത്. എന്തായാലും പാലക്കാട്ടുകാർക്ക്, സാമൂഹ്യ പ്രവർത്തകർക്കും ഇദ്ദേഹത്തെ പോലൊരു ലീഡർഷിപ്പ് വളർന്നു വരുന്നത് ഒരു ഗുണകരമായിരിക്കും എന്ന് തന്നെയാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. തീർച്ചയായും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ അദ്ദേഹത്തിൻ്റെ വാർഡിലും വിജയിച്ച് അടുത്ത സ്റ്റെപ്പുകളിലേക്ക് കടന്നു വരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. മാത്രമല്ല, തുടർന്ന് ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ നൽകാൻ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടാകട്ടെ എന്ന് മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് ഇന്ത്യൻ പീപ്പിൾ ടിവിക്ക് വളരെ തിരക്കിട്ട സമയത്തിൽ നമുക്കൊരു ഇൻ്റർവ്യൂ അനുഭവിച്ചു തന്നതിൽ അദ്ദേഹത്തോട് നന്ദി.